പാർലമെന്റിൽ എമ്പുരാൻ വിഷയം അടിയന്തര പ്രമേയമായി എത്തിയിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു രാജ്യസഭയിൽ എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നത്. അത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. കാരണം അതിനെന്തായാലും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അനുമതി നൽകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ ഉത്തരവാദിത്വം പ്രതിപക്ഷം അവിടെ നിറവേറ്റുകയായിരുന്നു. ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്, അതിന്റെ പ്രാധാന്യം സഭ അറിയേണ്ടതാണ്, സഭ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നു. പക്ഷേ അത് ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ. വിവരങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് എമ്പുരാൻ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന വാർത്ത ഇപ്പോൾ പാർലമെന്റിൽ രാജ്യസഭയിൽ നിന്ന് വരുന്ന ഡോക്ടർ ജോൺ ബ്രിട്ടാസും ഒപ്പം തന്നെ എ റഹീമുമാണ് രാജ്യസഭയിൽ ഈ നോട്ടീസ് നൽകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ നോട്ടീസിനോട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? അവർ പറയുന്നത് എന്താണ്? വിശദീകരണം എന്താണ്? മനു, പ്രത്യേകിച്ച് വിശദീകരണമൊന്നുമില്ല. എന്തായാലും പതിവ് പോലെ നമുക്കറിയാം, ഈ സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയുമായ എന്ത് വന്നാലും അതിന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാറില്ല. അത് തന്നെ ഇന്നും സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു വിഷയം പാർലമെന്റിൽ ചർച്ച കൊണ്ട് ഇടതുപക്ഷ എംപിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, അതുപോലെ എ റഹീം എന്നിവരാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചട്ടം 267 പ്രകാരമായിരുന്നു നോട്ടീസ്. ഈ നോട്ടീസ് വായിച്ച ശേഷം അതുകൂടാതെ മറ്റ് പല വിഷയങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലെ എംപിമാർ മറ്റു പല വിഷയങ്ങളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ഈ എല്ലാ നോട്ടീസും ഒരുമിച്ച് ഇത് തള്ളുകയാണ് ചെയ്തത് രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ. എന്തായാലും പിന്നീട് ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ ചെറിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി എംപിമാരെല്ലാം തന്നെയും അവിടെയുള്ള രാംജി രാജ് സുമന്റെ വീട് തകർത്തുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെയും വിഷയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉയർത്തിയ വിഷയത്തിന്റെ ബാക്കി എന്ന രീതിയിൽ ഇന്നും ആ വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെ സംവാദം നടക്കുകയാണ്. എന്തായാലും ഈ ഒരു എമ്പുരാൻ വിഷയം രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാട്ടിയത് ആവിഷ്കാര സ്വാതന്ത്ര്യമേഖല ഒരു കടന്നുകയറ്റം, ഇന്ത്യയുടെ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം, സൃഷ്ടിപരമായ ആവിഷ്കാരത്തിലുള്ള അസഹിഷ്ണുത തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ ചർച്ച. ഇത്രയും ഗൗരവതരമായ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടും അത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്ന് ഇന്ത്യയിലില്ല എന്നതാണോ കേന്ദ്ര സർക്കാർ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ, അതിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങളെ അവർ അത്രയേറെ ഭയപ്പെടുന്ന ഒരു സിബി, അങ്ങനെയല്ലേ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഇപ്പോഴത്തെ ഈ നിലപാടിൽ നിന്നുകൂടി? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തെ ഈ ഭരണപക്ഷത്തെ എതിർക്കുന്ന ഏത് നിലപാടുകളെയും അവർ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അത് ഏത് വിഷയം, എമ്പുരാൻ മാത്രമല്ല ഏത് വിഷയം എടുത്താലും ആ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് എല്ലാം തന്നെയും ആ ഒരു സാങ്കേതികമായി വായിച്ച ശേഷം അത് ഒരുമിച്ച് തള്ളുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഒരു നോട്ടീസ് പോലും, ഈ ഒരു അടുത്ത കാലത്ത് ഒരു നോട്ടീസ് പോലും, അടിയന്തര പ്രമേയ നോട്ടീസ് പോലും അത് ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രതിപക്ഷങ്ങൾ പലതവണ ഇരു സഭകളുടെയും അധ്യക്ഷന്മാരെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ എമ്പുരാൻ വിഷയത്തിലും ഈ ഒരു അടിയന്തര പ്രമേയ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, സംഘപരിവാറിനെ എതിർക്കുന്ന, സംഘപരിവാറിനെതിരായ ഒരു കാര്യങ്ങൾ പോലും ചർച്ചയ്ക്കെടുക്കില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും ഒരു ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്ന കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും സംഘപരിവാറിനെതിരായ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ചതായി ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അറിയിച്ചിരിക്കുകയാണ്. ഇത് തുടർന്ന് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്പോരുകൾ ഉണ്ടായിരിക്കുന്നു. കൂടാതെ സമാജ്വാദി പാർട്ടി ഉന്നയിച്ച മറ്റു പല വിഷയങ്ങളെല്ലാം തന്നെയും, ഓരോ സംസ്ഥാനത്തെ എംപിമാർ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെയും, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെയും ഒരുമിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതേ തുടർന്നുള്ള ചില വാക്പോരാണ് ഇപ്പോൾ രാജ്യസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, ശരി. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.